ഈ ഒരു ആക്രമണത്തിൽ ഇപ്പോൾ മനസ്സിലാകുന്നത് 26 പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നതാണ്. ഔദ്യോഗികമായൊരു സ്ഥിരീകരണം എത്ര പേരാണ് കൊല്ലപ്പെട്ടത്, അവരുടെ പട്ടിക എന്താണെന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. പക്ഷേ 26 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് പ്രാദേശിക മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ ഇപ്പോൾ നൽകുന്ന വാർത്ത. ജമ്മുകശ്മീർ പോലീസ് നൽകുന്ന ഒരു വിവരം അതാണ്. 13 പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ട്. പഹൽഗാമിലെ ആശുപത്രിയിൽ കുറേ പേർ ഇപ്പോൾ ചികിത്സയിലാണ്. അവരെ ജമ്മു കാശ്മീരിൽ ശ്രീനഗറിലേക്ക് മാറ്റാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ സ്ഥിതി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുകയാണ്. ഈ കൊല്ലപ്പെട്ടവരുടെ പട്ടികയൊക്കെ നേരത്തെ ചിലയിടത്തൊക്കെ പ്രചരിച്ചിരുന്നു. അതിലൊക്കെ മലയാളി എന്ന് തോന്നിക്കുന്ന പേരുമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കൺട്രോൾ റൂമിലൊക്കെ അന്വേഷിക്കുമ്പോൾ ഇപ്പോഴും അങ്ങനെ ഒരു പേര് ഇല്ല എന്നാണ് അവർ നമ്മളെ അറിയിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു സ്ഥിരീകരണം ആ വിഷയത്തിലില്ല. പക്ഷേ മഹാരാഷ്ട്ര, തമിഴ്നാട്, അതുപോലെ കർണാടക, ഗുജറാത്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ അവിടേക്ക് പോയിരുന്നു. ഒഡീഷയിൽ നിന്നുള്ളവരും ഈ കൊല്ലപ്പെട്ടവരിലുണ്ട്. 3 വിദേശികൾക്കും ജീവൻ നഷ്ടമായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറ്റലിയിൽ നിന്നുള്ള ഒരാൾ, ഇസ്രയേലിൽ നിന്നുള്ള ഒരാൾ, നേപ്പാൾ സ്വദേശിയായ ഒരാൾ, ഇങ്ങനെ 3 പേർക്കും വെടിയേറ്റു, 3 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമുണ്ട്. ഒപ്പം പ്രദേശവാസികളായ കശ്മീരിൽ ഈ ടൂറിസം രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന 2 പേർക്കും ഇപ്പോൾ ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരം.